ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് മീൻ കിട്ടിയതാണ് ഇത്. നമ്മൾ ചൂണ്ട ഇടുന്ന ആള് നല്ല ഫൈറ്റ് കിട്ടിയ മീനാണ്. നല്ല അത്യാവശ്യം നല്ല ഹെവി മീൻ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഞാനും കൂടി ഫിഷിങ്ങിന് പോയത്. ഞാൻ ഫുള്ള് വീഡിയോ എടുക്കാൻ മൂപ്പർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെയാണ് നിന്ന് കൊടുത്തത്. ഞാൻ മൂപ്പര് അറബിയിലാണ് സംസാരിച്ചിരുന്നത്. നല്ല ഹെവി മീൻ എന്ന് പറഞ്ഞത് വറ്റാണ്, വറ്റ സൂപ്പർ മീൻ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. ഒരു 500 ലൈക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ കുറച്ച് മലയാളികളാണ് ഈ വീഡിയോ കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നിർബന്ധമായിട്ട് വേണം. നല്ലതുപോലെ ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് തന്നെ സൂപ്പർ ഫൈറ്റ്. ചേട്ടനെ പറഞ്ഞിട്ടും കാര്യമില്ല, അത്രയും പവറുള്ള മീനാണ് അടി കിടക്കുന്നത്. ചേട്ടനും ഞാനും ഒരുപാട് ട്രൈ ചെയ്തു. ചേട്ടൻ മീന് കോത്ത് ചെറിയ മീനായിട്ട് കൊടുത്തത് നമ്മുടെ മാലാൻ ചെറിയ ചൂണ്ടക്ക് കോത്തിട്ടതാണ്. ഇതാണ് മീനിൻ്റെ പവർ കാണില്ലേ. ഹെവി എന്ന് പറഞ്ഞാൽ സൂപ്പർ മീൻ. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഫൈറ്റ് ചെയ്തിരുന്നു. അത്രയും ലോങ്ങിലാണ് ആ മീനെ കയറ്റിക്കൊണ്ടിരുന്നത് ചേട്ടന്. മീനിൻ്റെ പവർ ഇപ്പോൾ കാണാം. അതാണ് മീൻ വന്നിട്ട് മലന്ന് കുഴങ്ങണ മീൻ. അത്രമാത്രം വെയിറ്റ് കൊണ്ട്. പിന്നെ മീനിൻ്റെ അടുത്തായിട്ടൊരു പൊങ്ങുമായിട്ടൊരു സാധനമുണ്ട്. അപ്പം മീനിന് പവർ കൂടുതലും ആ പൊങ്ങലാണ് പോയിട്ട് മീൻ പെട്ടെന്ന് കുഴങ്ങിന. പിന്നെ കരക്കടുപ്പിക്കുന്ന സമയത്തും ഒരുപാട് ടെൻഷനുണ്ട്. കാരണം കയറ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം അത്രയും പാറക്കെട്ടും കല്ലൊക്കെ വരയുന്ന സ്ഥലമാണ്. ചേട്ടൻ വലിച്ച് കേട്ടിട്ടുണ്ട്. അത്യാവശ്യം 80 LB 90 LB ഒക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ ഇത് ലൈന്. സാധനം പിടിച്ച് കരക്കിട്ടു. ഒരുപാട് സമയത്ത് പരിശ്രമത്തിൻ്റെ ശേഷമാണ് ആ ചുവപ്പും വെള്ളമായിട്ട് കളറിൽ കാണില്ല, അതാണ് ആ പൊങ്ങായിട്ടുള്ളത്. അത് ഉണ്ടെങ്കിൽ മീന് അത്ര സ്പീഡ് ഓടിപ്പോകാൻ കഴിയില്ല. പിന്നെ വെയിറ്റും വേറെ ഉണ്ട്, ഈയക്കട്ടി ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് പെട്ടെന്നാണ് ഈ അടങ്ങിയ മീൻ. മറ്റേത് പൊട്ടിച്ച് പോയതാണ്. പക്ഷെ ചേട്ടൻ്റെ ഭാഗ്യം കൊണ്ട് ചേട്ടനിക്ക് കിട്ടി. ചേട്ടൻ പിടിച്ച് തൂക്കി പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഏതായാലും ഇതുവരെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുപോലത്തെ ഇനിയും പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്താ അതിൻ്റെ വായ, നല്ല പവർഫുൾ ആയിട്ടുള്ള ടീത്തും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സാധനം. നമ്മൾക്ക് തുലാസ് കറക്റ്റ് ഉള്ള ഇല്ലേനി. പക്ഷെ ഒരു ചെറിയൊരു നമ്മൾ ഈ ഹുക്ക് ചെയ്യണ ഒരു സാധനം ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് മാത്രമേ തൂക്കിയിട്ടുള്ളൂ. അത് കറക്റ്റ് തൂക്കൊന്നുമില്ല. ഏകദേശം അയിമത്തന്നെ നോക്കിയിട്ട് കാണുന്നുണ്ട് 10 കിലോൻ്റെ മേലെ. കറക്റ്റ് ഡിജിറ്റൽ തുലാസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 15 കിലോൻ്റെ അടുത്ത് അല്ലെങ്കിൽ 12 കിലോൻ്റെ അടുത്ത് സാധനം ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ പൊങ്ങ്. ഹുക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ കുടുങ്ങിയാണ് സൈഡിൽ. ഈ സാധനം ഞാൻ പറഞ്ഞത് ഇതിൽ ഏകദേശം 10 കിലോന് ഇതിന് കാണിക്കില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ആ 10 കിലോനല്ല, അതിൻ്റെ മേലേക്ക് വരും. ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.